audible ആണോ? Good morning. Very good. നല്ല എനർജിയിൽ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ എല്ലാവരും. Morning. Good morning. Good morning. Very good. Super. Good morning, sir. Very good. ആ വേവ് കിട്ടുന്നുണ്ട്. വെരി ഗുഡ്, സൂപ്പർ. ആദ്യമായിട്ട് നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് വന്നിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് അവരെ പേര് അവരെവിടുന്നാണ് സംസാരിക്കുന്നത് എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദിവസങ്ങളായി, റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുണ്ട് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും അവർക്കും എന്ത് ചെയ്യുക, അവർ അൺമ്യൂട്ട് ചെയ്യുക, അവരെ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. കുറച്ച് ആൾ കൂടി നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് സെൽഫ് ഇൻട്രഡക്ഷൻ ചെയ്യാം. ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തണമെങ്കിൽ നന്നായിരിക്കും. ആരാ ഉള്ളത്? ആരാ വരുന്നത്? പ്രോഗ്രാം. വെരി ഗുഡ്. ഗുഡ് മോർണിംഗ്. എന്റെ പേര് ജമീല. ഞാൻ മാള ന്യൂട്രീഷൻ സെന്ററിൽ നിന്ന് കണക്ട് ആയിരിക്കുന്നു. താത്താക്ക് എത്ര വയസ്സായി? എനിക്ക് 49. 49. ഓക്കെ ഓക്കെ. വെരി ഗുഡ്. താങ്ക് യു. നെക്സ്റ്റ് ആരാണ്? എന്റെ പേര് നെക്സ്റ്റ് ആരാണ്? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എന്റെ പേര് കുഞ്ഞു മുഹമ്മദ്. വയസ്സ് 48. ഞാൻ പട്ടാമ്പിൽ നിന്ന് സംസാരിക്കുന്നു. ഓക്കെ, ആദ്യമായി പ്രോഗ്രാമിലേക്ക് വന്ന. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ. ഓക്കെ ഓക്കെ. Hello, good morning. ഗുഡ് മോർണിംഗ്. എന്റെ പേര് മുഹമ്മദ് ഫാസിൽ. മുഹമ്മദ് ഫാസിൽ. ഓക്കെ, ഫാസിൽ ഉസ്താദ് എവിടുന്നാണ് സംസാരിക്കുന്നത്? BP അങ്ങാടി. എത്ര വയസ്സായി? 30. 30 വയസ്സ്. ആ, ഓക്കെ, സൂപ്പർ. സെഷൻ മുഴുവൻ കാണില്ലേ? ഇന്നലെ സ്റ്റാർട്ട് ചെയ്തത്. ഇന്നലെ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. താങ്ക് യു. ഒരാൾ കൂടി. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ഡോക്ടർ മുഹമ്മദ് അലി. ഞാൻ മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഇവിടെ വയനാട് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ്, മാനന്തവാടി. ഞാൻ അനസ്തീഷ്യ ഡോക്ടറാണ്. ഞാൻ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് കണക്റ്റഡ് ആയിട്ട് ഇപ്പൊ ഇതാ 1 വർഷവും 4 മാസമായി. 41 കിലോ എക്സസ് വെയിറ്റ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷം. ആ ഒരു പ്രോസസ്സിൽ ഞാൻ ഹെൽത്തി ആകുന്ന പ്രോസസ്സിൽ എനിക്കുണ്ടായിരുന്ന ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പർ കൊളസ്ട്രോളീമിയ, കൊളസ്ട്രോൾ കൂടുതൽ, ഷുഗർ, പ്രഷർ, ഇത്രയും കാര്യങ്ങൾക്കൊക്കെ ഞാൻ കഴിച്ചിരുന്ന എന്റെ മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റി. ഇപ്പൊ ഹെൽത്തി ആയി ആക്റ്റീവായിട്ട് ഓടിച്ചാടി നടക്കുന്നു. ഇന്നത്തെ എന്റെ ബ്രെയിനിലുള്ള എൻഡോഫിൻസ് ജസ്റ്റ് സെക്രീറ്റഡ് ആയിട്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങാണ്. ജിമ്മ് കഴിഞ്ഞ് ഇപ്പൊ ഇനി ഡ്യൂട്ടിക്ക് പോകണം. It's a very great community you have connected to. Be connected, take results. Okay, all the best. Thank you very much. Give me wonderful motivation. Okay. Hi, good morning. Good morning. വിജേഷ്. പുതിയതൊരു ഓക്കെ, എത്ര ദിവസമായി നമ്മളെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട്? ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വന്നിട്ട് വർഷം കുറച്ചായി സാറേ. സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു 10-42 കിലോ വെയിറ്റ് ലോസ് ചെയ്ത ഒരാളാണ്. താങ്ക് യു സാർ. സാർ, നമുക്ക് ഇന്നത്തെ ഈ സെഷന് ആദ്യമായിട്ട് തുടങ്ങുന്ന സമയത്ത്, കുഴപ്പമില്ല വിജയ് സാർ, തുടങ്ങുന്ന സമയത്ത് ആദ്യമായിട്ട് നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. നോ വറി, സാറിന് ലേറ്റർ പാർട്ട് ഓഫ് ദ സെഷൻ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ള നല്ലൊരു അവസരമുണ്ട്. ഡോണ്ട് വറി. ഓക്കെ, എനിവേ കൺഗ്രാറ്റുലേഷൻ സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എന്റെ പേര് കുഞ്ഞികൃഷ്ണൻ. ഓക്കെ, ഈ ഫീൽഡിൽ വന്നിട്ട് ഒരാഴ്ച ആയുള്ളൂ. വെരി ഗുഡ്. ഓക്കെ, പയ്യന്നൂര് സെന്റർ. എത്ര വയസ്സായി സാറിന്? 48. ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ. നമ്മുടെ ഈ ഓക്കെ, താങ്ക് യു സാർ. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആർക്ക് വേണ്ടി വെച്ചാൽ, ഇപ്പോൾ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദിവസങ്ങളായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെ കുറിച്ച് വല്ലാതെ അറിയാതിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് മെയിൻലി. ഓക്കെ,
രണ്ടാമത്തെ ഒരു വിഭാഗം ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇനി സാർ എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. ഇനി രണ്ടാമത്തെ ഒരു വിഭാഗം ആരാണെന്ന് വെച്ചാൽ നമ്മുടെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഗ്രാജുവൽ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുക, എന്നാൽ ഇടയ്ക്ക് വെച്ചിട്ട് സ്റ്റക്ക് ആവുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ഞാൻ സെഷൻ എടുക്കാൻ വേണ്ടി പോകുന്നത്. മൂന്നാമത്തെ ഒരു വിഭാഗം ആരാന്ന് വെച്ചാൽ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, റിസൾട്ട് ഇടക്കാലത്ത് വെച്ചിട്ട് അവരുടെ മൈൻഡ് കട്ടായിട്ട് അവർക്ക് റിസൾട്ട് കൃത്യമായി അച്ചീവ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന ആളുകൾക്കും വേണ്ടിയിട്ടാണ് എൻ്റെ സെഷൻ ഉള്ളത്. ബാക്കിയുള്ള വെൽനസ് കോച്ചുമാർ ഞാൻ പറയേണ്ട ആവശ്യമില്ല, എന്നേക്കാൾ ഉപരിയായിട്ട് അവർ റിസൾട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന. ഗിവ് ദം ഓൾ ബിഗ് കൺഗ്രാറ്റുലേഷൻ, ഗിവ് ദം ബിഗ് അപ്ലോസ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഞാൻ എൻ്റെ സെഷനിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ എൻ്റെ സെഷനിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത്, കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ റെസൊല്യൂഷനുകൾ എടുക്കുകയും ആ റെസൊല്യൂഷൻ ബ്രേക്ക് ചെയ്യുന്നൊക്കെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. പക്ഷേ എനിവേ നമ്മളൊരു ആക്ഷൻ പ്ലാനിലേക്കാണ് പോകുന്നത്. നമ്മളെ മോർണിംഗ് എഡ്യൂക്കേഷൻ സെഷനുകളിൽ തുടർച്ചയായിട്ട് കുറച്ച് ദിവസങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, ടോപ്പിക്കുകൾ മൈൻഡുമായി ബന്ധപ്പെട്ട, മനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലേ? അപ്പോ ഈ കാര്യങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾ ഈ സെഷൻ മുഴുവനായിട്ട് കഴിയുന്നത് വരെ ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കണം. ന്യൂട്രീഷൻ സെന്ററിൽ പല ആൾക്കാരും നടക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് ഇരിക്കണം. തുടക്കം മുതൽ അവസാനം വരെ വളരെ പ്രധാനമാണ്. കാരണം കഴിഞ്ഞ മാസം ഞാൻ എടുത്ത ഒരു ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിസിനൽ ഫ്രീ ലൈഫ് എങ്ങനെ നമുക്ക് സ്വായത്തമാക്കാം. അതിന് റൂട്ട് കോസ് ആയിട്ടുണ്ടായിരുന്ന കുറച്ച് കാരണങ്ങൾ ഞാൻ പറഞ്ഞു. ഗോൺ I3 എന്നാണ് നമ്മൾ ടോപ്പിക് ഒരു ഷോർട്ട് ഫോം ആയിട്ട് ഇട്ടിരുന്നത്. ഗട്ട് ഹെൽത്ത്, ഒബീസിറ്റി, ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി, ഇൻസുലിൻ റെസിസ്റ്റൻസ്, പിന്നെ അതുപോലത്തെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ആറോളം കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അതിന് പരിഹാരമായിട്ട് ഒരു സിസ്റ്റം നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. നമ്മളെ ഈ സിസ്റ്റം FM2 സിസ്റ്റം, അതിന് രാജ്കുമാർ സിസ്റ്റം എന്ന് നമ്മൾ പേരിട്ടു. അതിലെ മൂന്നാമത്തെ ഒരു കാര്യമാണ്, ഒന്ന് ഫുഡ്, രണ്ടാമത്തത് മൂവ്മെന്റ്, മൂന്നാമത്തെ ഒരു കാര്യമാണ് മൈൻഡ് സെറ്റ് എന്നുള്ളത്. FM2 സിസ്റ്റം, M ഫോർ മൈൻഡ് സെറ്റ്. അപ്പോൾ ഈ മൈൻഡ് എന്നുള്ളത് എത്രത്തോളം പ്രധാനമാണ്, അത് എങ്ങനെയാണ് നമുക്ക് റിസൾട്ടായിട്ട് മാറുന്നത് എന്ന് ഡയറക്റ്റ് നിങ്ങളുമായിട്ട് സംസാരിക്കാനുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ മാസത്തെ ടോപ്പിക്കിന്റെ ഒരു തുടർച്ചയാണ് ഇന്നത്തെ ഈ ടോപ്പിക് എന്ന് പറയുന്നത്. മാത്രമല്ല, നമ്മുടെ ഈ സമയത്ത് ഏറ്റവും പ്രധാനവുമായിട്ട് നമുക്ക് തോന്നിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. എൻ്റെ ടോപ്പിക്കിന്റെ വിഷൻ ട്രസ്റ്റ് യുവർ വിഷൻ, ഫീൽ യുവർ ബോഡി എന്നാണ്. ഫിറ്റ്നസ് നേടിയെടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത് ഈ പ്രോഗ്രാമിലേക്ക് വന്ന് ശേഷം കോച്ചുമാരുടെ നിർദ്ദേശപ്രകാരം ഈ മോർണിംഗ് എഡ്യൂക്കേഷനിൽ എത്തിപ്പെട്ടത്. അപ്പൊ ഇവിടെയുള്ള ആളുകൾ ചെറിയ ആളുകളല്ല, തികച്ചും ഭാഗ്യം ചെയ്തവരാണ്. ഫിറ്റ്നസ് നേടിയെടുക്കാൻ വേണ്ടി വന്നവരാണ്. ഇനി വെറും കൈയോടെ നഷ്ടക്കാരനായിട്ട് ഒരിക്കലും പോകാൻ പാടില്ല. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് അതിലേക്ക് ഉതകുന്ന തരത്തിലുള്ള ബെസ്റ്റ് ടൂളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ കുറച്ച് സമയം നിങ്ങൾ ഞാനുമായിട്ട് സംവദിക്കാൻ ചാറ്റ് ബോക്സ് ഓണാണ്. സംസാരിക്കേണ്ട ആവശ്യമില്ല, ചാറ്റ് ബോക്സ് ഓണാണ്. നിങ്ങൾക്ക് ഒരു പെന്ന്, ബുക്ക് കയ്യിൽ ഉണ്ടാവണം. കാരണം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ആക്ഷൻ പ്ലാൻ ആണ്, ഫുള്ളി ആക്ഷൻ പ്ലാൻ ആണ്. നെക്സ്റ്റ് സ്ലൈഡ് സർ. ഈ ഷോർട്ട് പെൻസിലിനെക്കാട്ടും ഏറ്റവും യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യം എന്ന് പറയാൻ ലോങ് മെമ്മറിയാണ്. അങ്ങനെ പറയാനുള്ള കാരണം വെച്ചാൽ നമ്മൾ കേട്ടു പോകുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മളെ മനസ്സിലിരിക്കുള്ളൂ. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമുക്ക് ഓർമ്മ വരുന്ന ഒരേ ഒരു സംഗതി അത് ഡോക്യുമെന്റ് ചെയ്യുക എന്നതാണ്. ഇത് പല ഗുണങ്ങളാണ്. നമ്മുടെ കോച്ചിനായിട്ട് നമുക്ക് സംശയങ്ങൾ ചോദിക്കാൻ പറ്റും. വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ
നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ധാരാളം ഗുണങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സെഷൻ മുഴുവനായിട്ട് എഴുതി വെക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ പുനർവിചിന്തനം ചെയ്യാനും നിങ്ങൾ ഇവിടെ നിന്ന് കിട്ടുന്ന പകുതി നോളജ് നിങ്ങളുടെ കോച്ചുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അത് ഫുൾഫിൽ ആക്കാനും നിങ്ങൾക്ക് കഴിയും. ആർ യു റെഡി? റെഡിയാണോ? ഓക്കെ, സൂപ്പർ. ഓക്കെ, നിങ്ങൾക്ക് ഒരു അടിപൊളി സർപ്രൈസ് കൂടി ഞാൻ ഇതിന്റെ എൻഡ് ഓഫ് ദ സെഷൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ സർപ്രൈസ് നിങ്ങൾക്ക് ജീവിതത്തിൽ മുതൽക്കൂട്ടാവുകയും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്ത ഒരു കാര്യമായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആകുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. ഓക്കെ, നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് സർ. ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓക്കെ, എന്റെ ശബ്ദം ഓഡിയബിൾ അല്ലേ? യെസ്. ഓക്കെ സാർ. ഒരു 100 മീറ്റർ റേസ് നടക്കുകയാണ്. അതിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ തുടർന്നുള്ള റേസ് നല്ല രീതിയിൽ നടക്കുമോ ഇല്ലയോ? എത്ര പരിശീലനം നേടിയെന്ന് പറഞ്ഞാലും സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇറ്റ് ഈസ് വെരി ക്രൂഷ്യൽ. ഒരു കോമ്പറ്റേറ്ററെ സമയത്തോളം, ഒരു അത്ലറ്റിനെ സമയത്തോളം ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സമയമാണ്, മൊമെന്റ് ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഓക്കെ, ഇല്ല, വെരി ഗുഡ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റവും. നിങ്ങൾ തുടക്കം മുതൽ ഇതിനെ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒടുക്കം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റില്ല. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ പ്രസന്റിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുക. എങ്ങനെയാണ് പ്രസന്റിലേക്ക് വരിക? നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ണടച്ചിട്ട് വേറെ ഡിസ്ട്രാക്ഷനുകളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിക്കാൻ കൈകൾ ഇങ്ങനെ ഉയർത്തി വെക്കട്ടാ, നെഞ്ചോട് ചേർത്ത് വെക്കുക. ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് വലിച്ച ഇൻഹേൽ, എക്സേൽ. ഉള്ളിലേക്ക് അടക്കുന്ന ദീർഘശ്വാസത്തിന്റെ തണുപ്പും പുറത്തേക്ക് വിടുന്ന ശ്വാസത്തിന്റെ ചൂടും ഒന്ന് അനുഭവിച്ചറിയേ. ഒരു 5 പ്രാവശ്യം അത് ചെയ്തു നോക്കൂ. ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ, അടിപൊളി. അപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റ് വളരെ പ്രധാനമാണ്. സ്റ്റാർട്ടിംഗ് ആണ് നമ്മുടെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഫിറ്റ്നസ് നേടിയെടുക്കണം. തുടക്കത്തിലേക്ക് വന്ന ആളുകൾക്ക് പല കാരണങ്ങളായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ഗോൾ ഉണ്ടാവും. അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഈ ഗോള് കഴിയുന്ന ആളുകൾ ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. പക്ഷേ ഇതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിനെ പ്രിപ്പറേഷൻ ചെയ്യുക, ഇതിന്റെ സ്റ്റാർട്ടിങ് റെഡിയാക്കുക എന്നതാണ്. അങ്ങനെ ആകുന്ന സമയത്താണ് നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഫിറ്റ്നസ് ഗോൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുക. നമ്മുടെ ഫൗണ്ടർ മിസ്റ്റർ മാർക്യൂസിന്റെ വീടുകൾ തന്നെ തുടങ്ങാം. നിങ്ങൾ എല്ലാവരും ന്യൂട്രീഷൻ സെന്ററിൽ പോകുന്ന ആൾക്കാരാണ്. ഇവിടെ നിങ്ങൾക്ക് വലിയ അക്ഷരത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, യുവർ സക്സസ് ഈസ് ഓൺലി ലിമിറ്റഡ് ബൈ യുവർ ഓൺ ഇമാജിനേഷൻ ആൻഡ് യുവർ ഹാർഡ് വർക്ക്. നിങ്ങളുടെ സക്സസ് തീരുമാനിക്കപ്പെടുന്നത് നിങ്ങൾ വിചാരിക്കുന്നിടത്തും അതേപോലെ നിങ്ങളുടെ ഹാർഡ് വർക്കിലുമാണ്. ഇമാജിനേഷൻ എന്ന് പറയാനുള്ള കാരണം കൃത്യമായിട്ട് ഒരു വിഷൻ ഇല്ലാത്ത ഒരാളെ സമയത്തോളം അദ്ദേഹത്തിന് സക്സസ് ഉണ്ടാക്കാൻ കഴിയില്ല എന്നത് ഷുവറാണ്. ഞാൻ ഒരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് ന്യൂസിലാൻഡുകാരനാണ്, വെൽ നോൺ സെലിബ്രിറ്റിയാണ്, മോട്ടിവേഷണൽ സ്പീക്കറാണ്, ഓതറാണ്. മാർക്ക് ഇംഗ്ലീഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്നാണ് ലോക റെക്കോർഡ് നേടിയിട്ടുണ്ട് അദ്ദേഹം.
എന്തിലറിയോ? ഹാൻഡിക്യാപ്ഡ് ആയിട്ട് എവറസ്റ്റ് കൊടുമുടി കയറി എന്നുള്ള ഒരു വലിയൊരു ചാരിതാർത്ഥ്യം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം തുന്നിച്ചേർത്തിട്ടുണ്ട്. 1959 അദ്ദേഹം ജനിച്ചത്. എന്നാൽ ചെറുപ്പം മുതലേ അദ്ദേഹത്തിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എവറസ്റ്റ് കൊടുമുടി കയറുക എന്നുള്ളത്. പരിശ്രമങ്ങൾ ധാരാളം നടത്തി, പക്ഷേ വിജയിക്കുന്നില്ല. 1982 ഇദ്ദേഹം മല കയറാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ ഒരു മഞ്ഞുമല അദ്ദേഹത്തിന്റെ കാലിൽ വീണിട്ട് 2 കാലുകളും അദ്ദേഹത്തിന്റെ നഷ്ടപ്പെട്ടു. പക്ഷെ പരിശ്രമം അദ്ദേഹം നിർത്തിയില്ല. 24 വർഷങ്ങൾക്ക് ശേഷം 2006 ആ ലോക റെക്കോർഡ് ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള മാർക്ക് ഇംഗ്ലീഷ് ലോകത്തിന് വേണ്ടിയിട്ട് കാഴ്ചവെച്ചു. വിജയശ്രീലാളിതനായിട്ട് അദ്ദേഹം നിൽക്കുന്ന സമയത്ത് ഒരു പത്രപ്രവർത്തകൻ ചോദിക്കാനിടയായി, തുടക്കം മുതൽ നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. സർ, നിങ്ങൾ ഈ കാലഘട്ടത്തിനിടക്ക് നിങ്ങളുടെ കാലുകൾ നഷ്ടപ്പെട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ധാരാളം അച്ചീവ്മെന്റ്സുകൾ കിട്ടിയിട്ടുണ്ട്. ആസ് എ മോട്ടിവേഷണൽ സ്പീക്കർ എന്ന നിലക്ക്, ഓദർ എന്ന നിലക്ക്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോയാൽ പോരായിരുന്നില്ലേ? നിങ്ങളെ ഗവൺമെന്റ് നന്നായിട്ട് ട്രീറ്റ് ചെയ്യുമായിരുന്നില്ലേ? ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ എന്നിട്ടും 2006 ആ അച്ചീവ്മെന്റ് നിങ്ങൾ എന്തിനാണ് നേടിയെടുക്കാൻ വീണ്ടും വീണ്ടും പരിശ്രമിച്ചു കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞത് ചിരിച്ചുകൊണ്ടാണ്. മാർക്ക് ഇംഗ്ലീഷ് ആ അവതാരകനോട് പറഞ്ഞത്, ഞാൻ എവറസ്റ്റ് കൊടുമുടി കയറുക എന്ന് തീരുമാനമെടുത്തത് എൻ്റെ കാലുകൊണ്ടല്ല, മറിച്ച് എൻ്റെ മനസ്സുകൊണ്ടാണ്, മൈൻഡ് കൊണ്ടാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇപ്പൊ നിങ്ങളുടെ സാഹചര്യം എന്തുമാകട്ടെ, നിങ്ങൾ ഒരാഴ്ച ആയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക, ഒരു മാസമായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക, റിസൾട്ടിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ടാവുള്ളൂ. അധികം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നോളജ് ഉണ്ടാവണമെന്നില്ല. നോ വറി. പക്ഷെ നിങ്ങൾ ഈ കമ്മ്യൂണിറ്റിയുടെ പവർ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുടക്കമൊന്നൊരു പ്രശ്നമല്ല. നിങ്ങളുടെ സക്സസിന് വേണ്ടി നിങ്ങൾ മരിച്ചോടും. ഒരു കാട്ടിലും 2 ജീവികളുണ്ട്. ഒരാളാണ് കടുവ, മറ്റൊരാളാണ് മുയല്. ഇവരുടെ കഥ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കടുവ ഒരിക്കൽ തീരുമാനിച്ചു മുയലിനെ പിടിക്കാൻ വേണ്ടിയിട്ട്, വേട്ടയാടാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തി. പക്ഷേ മുയല് വിട്ടുകൊടുക്കുന്നില്ല. മുയല് ഓടിക്കൊണ്ടിരിക്കുകയാണ്. 1ാമത് ശ്രമിച്ചു, പരാജയപ്പെട്ടു. 2ാമത്തെ ദിവസവും കടുവ ശ്രമിച്ചു കൊണ്ടിരുന്നു വേട്ടയാടാൻ. കടുവ എന്ന് പറയുന്ന സമയത്ത് കാട്ടിലെ രാജാവ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു ജീവിയാണ് കടുവ. 2ാമത്തെ ദിവസവും ശ്രമിച്ചു, നടക്കുന്നില്ല. അങ്ങനെ ആഴ്ചകളോളം മുയലിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരുന്നു, കഴിയുന്നില്ല. അങ്ങനെ പരാജയം, കുറ്റം സമ്മതിച്ചിട്ട് മുയലിനോട് കടുവ ചോദിച്ചു, അല്ലയോ സഹോദര, നിന്നെ പിടിക്കാൻ വേണ്ടി ഒരാഴ്ചകളോളം, മാസങ്ങളോളം ഞാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു, പക്ഷേ എനിക്ക് കിട്ടുന്നില്ല. ബാക്കി എത്രയോ ജീവികളെ ഞാൻ പിടിക്കുന്നുണ്ട്, വേട്ടയാടുന്നുണ്ട്, ഭക്ഷിക്കുന്നുണ്ട്. അപ്പൊ മുയല് ചിരിച്ചു, കടുവേ, നീ എന്തിനു വേണ്ടിയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്? കടുവ പറഞ്ഞു, ഞാൻ എൻ്റെ ഒരു നേരത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മുയല് ചിരിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു, എങ്കിൽ എന്നെ നിനക്ക് ജീവിതത്തിൽ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അതെന്താ? കടുവ ചോദിച്ചു. മുയല് പറഞ്ഞു, കാരണം നീ ഓടുന്നത് നിന്റെ ഒരു നേരത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ്, പക്ഷേ ഞാൻ ഓടുന്നത് എൻ്റെ ജീവന് വേണ്ടിയിട്ടാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ഇവിടെ ഒന്ന് ശ്രമിച്ചു നോക്കാം. ഓക്കെ, നിങ്ങളുടെ റിസൾട്ട് പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. ഇനി ഈ ഒരു ശ്രമം നടത്തി നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, ഐ ആം സോറി ടു സേ, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ പോകുന്നില്ല. മറിച്ച് ഇനി എന്തുമാവട്ടെ, എൻ്റെ ഫിറ്റ്നസ് ഞാൻ നിലനിർത്തുകയും എൻ്റെ അച്ചീവ്മെന്റ് ഞാൻ നേടിയെടുക്കുകയും ചെയ്യും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ, ഐ ക്യാൻ ഗ്യാരണ്ടി യു ക്യാൻ ട്രാൻസ്ഫോം ലൈക്ക് ഹെൽ. നിങ്ങൾക്ക് വളരെ വലിയ വ്യത്യാസങ്ങൾ, ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. എന്നാലും ശരി, നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ 3 തരത്തിൽ. നെക്സ്റ്റ് സ്ലൈഡ് സർ. ഇവിടെ കുറച്ചൊക്കെ പൈസ ഉണ്ട്, എന്നാ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കുക എന്ന് വിചാരിച്ച് വന്നവരായിരിക്കാം. ചില ആളുകൾ പഠിക്കുന്നുണ്ട്, പക്ഷേ അവര് റിസൾട്ടിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല. 3ാമത്തെ ഒരു വിഭാഗമാണ് ആക്ഷൻ ടേക്കേഴ്സ്. അവർ ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്, എഡ്യൂക്കേഷൻ കേൾക്കുന്നുണ്ട്, അതിനനുസരിച്ച് റിസൾട്ട് പൂർണ്ണമായി എടുക്കുകയും ചെയ്യുന്നുണ്ട്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ആക്ഷൻ ടേക്കേഴ്സ് ആയിട്ടുള്ള ആളുകളോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി പ്രോഗ്രാമാണ് ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്.
നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട റിസൾട്ട് എടുക്കാൻ, ഫിറ്റ്നസ് നേടിയെടുക്കാൻ വേണ്ട എല്ലാ തരത്തിലുള്ള സ്കില്ലുകളും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, നിങ്ങൾ മുന്നേ ചെയ്തിരുന്ന പല മെത്തേഡുകളും ഉണ്ടാവും, അതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. പല മെത്തേഡുകൾ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടാവും. ഇതിൽ വരുന്ന ഓരോ റിസൾട്ട് കിട്ടിയ ആളുകളും ഇതിന്റെ മുന്നേ പല റിസൾട്ടുകളും പല എക്സ്പീരിയൻസും ചെയ്ത് പരാജയപ്പെട്ടിട്ടാണ് വന്നിട്ടുള്ളത്. എന്നാൽ നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ് ഡിറക്ഷൻ ഉണ്ട്. മാത്രമല്ല, അൺസ്റ്റോപ്പബിൾ മെന്ററിങ് കിട്ടുന്നുണ്ട്. ഇതിൽ നിങ്ങൾ ഹാപ്പി ആകാൻ ശ്രമിക്കണം, സാറ്റിസ്ഫൈ ആകാൻ ശ്രമിക്കണം. മനുഷ്യന്മാരെ സംബന്ധിച്ചോളം പലതിലും ശ്രമം നടത്തിയിട്ട് പരാജയപ്പെടുന്ന സമയത്ത് അവരുടെ അറ്റംപ്റ്റ് അല്ലെങ്കിൽ ഇഷ്ടം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ചെറിയൊരു ഷോർട്ട് സ്റ്റോറി ഞാൻ പരിചയപ്പെടുത്താം. നിങ്ങൾ യൂട്യൂബിലൊക്കെ ഒന്ന് വെറുതെ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഹാപ്പിനെസ് എന്ന് അടിക്കുക. സ്റ്റീവ് കട്ട്സിന്റെ ഒരു ചെറിയ ഷോർട്ട് സ്റ്റോറിയാണ്. അദ്ദേഹം അതിൽ എലികളെയാണ് പരിചയപ്പെടുത്തുന്നത്. ഒരു ചെറിയ ഒരു മാറ്റം കണ്ട് അല്ലെങ്കിൽ ചെറിയ ഒരു കാര്യം കണ്ട് എന്നറിഞ്ഞാൽ അവിടേക്ക് ഓടും. നിങ്ങൾ ഒരു അറ്റ്മോസ്ഫിയറിൽ നിൽക്കുന്ന സമയത്ത്, ഒരു കമ്മ്യൂണിറ്റി നിൽക്കുന്ന സമയത്ത് ആ കമ്മ്യൂണിറ്റിയെ വിശ്വസിക്കാനും ആ കമ്മ്യൂണിറ്റിയിൽ നിൽക്കാനും ശ്രമിക്കുന്നതിന് പകരം ചെറിയ ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടി ഇതിലാണ് സ്റ്റീവ് കട്ട്സ് എലികളെ പരിചയപ്പെടുന്നത്. അവസാനം മാളിൽ എലി, ട്രെയിനിൽ എലി, ഫ്ലൈറ്റിൽ എലി, എല്ലായിടത്തും എലി. കാരണം എല്ലാത്തിലും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ഒന്നും കിട്ടുന്നില്ല. ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്, സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. ആഫ്റ്റർ ഓൾ നമുക്ക് വേണ്ടത് ഹാപ്പിനെസ് ആണല്ലോ. ഹാപ്പിനെസ്സിന് വേണ്ടിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അവസാനം കെണിയിലകപ്പെടും. ഇതുപോലെയാണ് മനുഷ്യൻ. രാവും പകലില്ലാതെ ഓടിക്കൊണ്ടിരിക്കും, പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും, യൂട്യൂബ് നോക്കും, ഗൂഗിൾ നോക്കും, പല അഡ്വൈസുകൾ നടത്തും. പക്ഷെ കൃത്യമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഇവിടെയാണ് നിങ്ങളുമായിട്ട് ഞാൻ സംസാരിക്കാൻ പോകുന്ന ഈ ടോപ്പിക്ക്. സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും സ്വപ്നങ്ങളുണ്ടോ? നെക്സ്റ്റ് സ്ലൈഡ് സർ. സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരു മിനിറ്റ് ഞാൻ തരാം. നിങ്ങളുടെ ബുക്ക് ആൻഡ് പേപ്പറിൽ നിങ്ങളുടെ ഫിറ്റ്നസ് ഗോൾ എന്താണ് എന്ന് നിങ്ങളൊന്ന് എഴുതി നോക്കി. എന്തോ ആവട്ടെ, അൺലിമിറ്റഡ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഗോൾ എന്താണ്? ഇവിടെ നിങ്ങൾ കണ്ടോ ഒരു ബ്ലൂ ഒരു റൗണ്ട്. ഇതിൽ ബ്ലൂ ഷെയ്ഡിങ് ഉള്ള ഒരു ഭാഗമുണ്ട്, അതേപോലെ ഓഫ് വൈറ്റ് ഉള്ള ഒരു ഭാഗമുണ്ട്. നമ്മുടെ സ്വപ്നങ്ങൾ നമുക്ക് വലുതാകണം, അല്ലേ? അൺലിമിറ്റഡ് ആകണം. പക്ഷേ ഈ സ്വപ്നങ്ങൾ മിക്ക ആളുകളും ഇപ്പോഴുള്ള സാഹചര്യത്തെ, ഇഞ്ചുറികളെ, ചിലപ്പോൾ അവർക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസുകളാകാം, അൺഹെൽത്തി സിറ്റുവേഷനുകളാകാം, ഇതിലേക്ക് അവരെ സ്വപ്നങ്ങളെ അവർ ചുരുക്കുകയാണ്, അടിച്ചമർത്തുകയാണ്. എന്നാൽ ചില ആളുകളുണ്ട് അതിനെ ബ്രേക്ക് ചെയ്യുന്ന ആളുകളാണ്. അവരെ ഐ എം പ്രൗഡ്ലി സേയിങ് ദേ ആർ വെൽനസ് കോച്ചസ്. അവർ ആ ഇഞ്ചുറികളെ മറികടന്ന് സ്വപ്നങ്ങളിലേക്ക് ചവിട്ടുപടികൾ എടുത്തു വെച്ച ആൾക്കാരാണ്. നമുക്കൊരു വിഷൻ ഉണ്ടാവുക എന്നത് ഇതിന്റെ ഡ്രീം സർക്കിൾ ഫിലോസഫി എന്നാണ് പറയുക. നമുക്കൊരു വിഷൻ ഉണ്ടാവുക എന്നത് അദൃശ്യമായതിനെ കാണാനുള്ള കഴിവാണ് സഹോദരങ്ങളെ. അദൃശ്യമായതിനെ കാണാൻ കഴിഞ്ഞാലോ അസാധ്യമായത് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഇത് ഞാൻ പറഞ്ഞതല്ല, ശിവകേരയുടെ വേർഡാണ്. നെക്സ്റ്റ് സ്ലൈഡ് സർ. പറക്കാൻ ചിറകുകൾ വേണമെന്നില്ല, ഉള്ളിൽ ഒരു ആകാശമുണ്ടായാൽ മതി. ശരിയല്ലേ? നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഡ്രീം ബിഗ്. വലിയ സ്വപ്നങ്ങൾ നമുക്ക് കാണാം, അൺലിമിറ്റഡ് സ്വപ്നങ്ങൾ നമുക്ക് കാണാം. പക്ഷെ സ്റ്റാർട്ട് സ്ലോ. വല്ലാതെ തുടങ്ങിയാൽ മതി. ആക്ട് നൗ. നമ്മൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയെങ്കിൽ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. എന്നെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് അനീഷ് മുഹമ്മദ് എന്നാണ്. വയസ്സ് 32. ഞാനിപ്പോൾ സംസാരിക്കുന്ന കരിങ്കല്ലത്താണി ന്യൂട്രീഷൻ സെന്ററിൽ നിന്നാണ്. എൻ്റെ ഒരു ലൈഫ് സ്റ്റൈല് ഞാൻ പറയുന്ന സമയത്ത് 2 രീതിയിലാണ് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒന്ന്, 13 വർഷത്തോളം സമന്വയ വിദ്യാഭ്യാസം, ഇസ്ലാമിക് മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും ഒരുമിച്ച് 13 വർഷത്തോളം പഠിക്കുകയും അതിനിടയിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തിരുന്ന ഒരവസ്ഥ. രണ്ടാമത്തൊരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ബിസിനസ്സിലേക്ക് കച്ചവടക്കാരനായിട്ട് മുംബൈയിൽ ജീവിച്ചിരുന്ന ഒരു സാഹചര്യം. ഇത് നിങ്ങളുടെ ജീവിതവുമായിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ എവിടെയാണിത്? ഞാൻ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്ന സമയത്ത്
തിരിച്ചറിവാണല്ലോ. കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്ന സമയത്താണ് എൻ്റെ ഡെഫിഷ്യൻസി, എൻ്റെ കുറവുകളെ ഞാൻ തിരിച്ചറിയുന്നത്. മുന്നേ ഞാൻ ജീവിച്ചിരുന്ന സമയത്ത് പഠിക്കുകയും ഇസ്ലാമിക ഒരു ഉസ്താദായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. പക്ഷേ അൺഹെൽത്തിയിലേക്കാണ് പോകുന്നത് എന്ന് അറിയാൻ എനിക്ക് വൈകിപ്പോയി. രണ്ടാമത്തെ ഒരു ജീവിത ശൈലിയിലേക്ക് ഞാൻ വന്ന സമയത്ത്, എൻ്റെ മുംബൈ ലൈഫ് സ്റ്റൈലിലേക്ക്, എൻ്റെ കച്ചവട ലൈഫ് സ്റ്റൈലിലേക്ക് ഞാൻ വന്ന സമയത്ത് അവിടെ ഫോക്കസ് മുഴുവൻ സമ്പാദിക്കുക എന്ന് മാത്രമാണ്. ഫാമിലിയെ നോക്കുക, ബാലൻസ് ചെയ്യുക, ഹാപ്പിനെസ് ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങൾ ഞാൻ മറന്നുപോയി. ഇതെനിക്ക് പഠിപ്പിച്ചു തന്നത്, ഇതിനെ രണ്ടിനെയും സമതുലിതമാക്കി ബാലൻസ് ചെയ്യാൻ പഠിപ്പിച്ചത്, അഭിമാനത്തോടെ പറയുന്നു, ഈ കമ്മ്യൂണിറ്റിയാണ്, ഹെർബലൈഫാണ്. അപ്പൊ എനിക്കുണ്ടായ മാറ്റം നിങ്ങളൊന്ന് കണ്ടോളൂ. 117 കിലോയിൽ നിന്ന് എനിക്ക് 67 കിലോയിലേക്ക്, അതോ 51 കിലോ വെയിറ്റ് ലോസ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞത്, എൻ്റെ അൺഹെൽത്തിയിൽ നിന്ന് ഹെൽത്തി ആക്കാൻ എനിക്ക് കഴിഞ്ഞത്, അന്നും ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, വിഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യിപ്പിക്കാൻ, അതിനെ നമുക്ക് ബാലൻസ് ചെയ്ത് നമ്മൾ ആഗ്രഹങ്ങളെ സ്വപ്ന സാക്ഷാത്കരിക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നില്ല. ഈ പ്ലാറ്റ്ഫോമാണ് സത്യത്തിൽ ഈ കമ്മ്യൂണിറ്റിയിലൂടെ എനിക്ക് കിട്ടിയത്. അത് എങ്ങനെയാണ് എനിക്ക് നേടിയെടുത്തത് എന്ന് വരുന്ന ഒരു കാര്യങ്ങളിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ പൂർണ്ണമായിട്ട് അറ്റൻറ്റീവ് ആവുക, നിങ്ങളുടെ ജീവിതവും ഇതുപോലെ റിലേറ്റ് ആവുക. എനിക്ക് റിസൾട്ട് കിട്ടി, എൻ്റെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വന്നു, എൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു, എൻ്റെ വിഷനിൽ മാറ്റം വന്നു. ഇതൊക്കെ നേടിയെടുത്ത ഞാൻ തിരിച്ചു പോയാൽ പോരെ? എന്തിനാണ് വീണ്ടും ഇവിടെ നിന്നത്? വീണ്ടും നിൽക്കാനുള്ള ഒരേ ഒരു കാരണം, ഇതില് ഒരു തിയറി, ഇതിലൊരു പാഠം ഞാൻ പഠിച്ചു. ഹസ്ബൻഡിനും വൈഫിനും ഒരുമിച്ച് ഫാമിലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പ്രോഗ്രാം ഇത് ഹെർബലൈഫാണ്. നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള സ്വപ്നങ്ങൾ പൂവണിയിക്കാൻ, ലൈഫ് സ്റ്റൈൽ ഫ്രീഡം ലഭിക്കാൻ ഉള്ള ഒരു പ്ലാറ്റ്ഫോം കമ്മ്യൂണിറ്റി ഹെർബലൈഫാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് കിട്ടി. അന്നും എനിക്ക് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, വിഷനുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ വിഷനുകൾ ക്ലാരിറ്റി ആയിരുന്നില്ല. എന്നാൽ വിഷനുകൾ ക്ലാരിറ്റി ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? കൃത്യമായി എഡ്യൂക്കേഷൻ നമ്മൾ നേടണം. അതാണ് ഈ കമ്മ്യൂണിറ്റി നമ്മളെ പഠിപ്പിച്ചത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി റിലേറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുക. എത്രത്തോളം നിങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട്, എത്രത്തോളം ഇനി മാറ്റം വരേണ്ടതുണ്ട്. ഓക്കെ, ആർ യു റെഡി? ആർ യു റെഡി? അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് സ്ലൈഡ് സർ. 2025 പുതുവർഷം നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം സ്വന്തമാക്കാൻ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റാണ് ഞാൻ തരാൻ പോകുന്നത്. വിഷൻ ബോർഡ്. വിഷൻ ബോർഡ്. സ്വപ്നങ്ങൾ ഉണ്ടാകുക എന്ന് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഉണ്ടാക്കാൻ 5 മിനിറ്റേ ഉള്ളൂ. പക്ഷെ ഞാൻ വളരെ ഖേദത്തോടു കൂടി ചോദിക്കുകയാണ്, ഇതിൽ എത്ര ആളുകൾ വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്? ഒന്ന് ടെക്സ്റ്റ് ചെയ്യും, ഒന്ന് ടെക്സ്റ്റ് ചെയ്യും. വിഷൻ ബോർഡ് ഉണ്ടാക്കിയില്ല. ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ യെസ്, ഉണ്ടാക്കിയിട്ട് നോ. വെരി ഗുഡ്, സൂപ്പർ പ്രവീൺ സർ. ഓക്കെ, യെസ് 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 യെസ്. ഇല്ല എന്നുള്ളത് ഒരു തെറ്റുമല്ല കേട്ടാ, ഇല്ല എന്നുള്ളത് ഒരു തെറ്റുമല്ല. ഓക്കെ, യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. നോ, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. പ്രസൂൺ സർ, ബീന മാഡം, എന്ന് പറയുന്ന ഒരു കാര്യം എന്താണ് വിഷൻ ബോർഡിന്റെ ബെനിഫിറ്റ്? നെക്സ്റ്റ് സ്ലൈഡ് സർ. വിഷൻ ബോർഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്ന ജീവിതത്തെ, എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്, അറ്റമില്ലാതെ സ്വപ്നങ്ങൾ നമുക്ക് കാണാൻ പറ്റണം. അപ്പൊ നമ്മുടെ ഫിറ്റ്നസ് ജേണിയിൽ നമുക്ക് ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പറ്റണം. ചിലപ്പോൾ അത് ഐഡിയൽ വെയിറ്റിലേക്കാകാം, നിങ്ങളുടെ സ്കിൻ ഇംപ്രൂവ്മെന്റ് ആകാം, നിങ്ങളുടെ ഫാറ്റ് ലോസ് ആവാം, നിങ്ങളുടെ ഹോൾ ലൈഫ് സ്റ്റൈൽ ആകാം, ഓക്കെ, നിങ്ങളുടെ ഫാമിലിയിലെ ഹെൽത്ത് ആകാം. ഇങ്ങനെ പല രീതിയിലുള്ള ഫിറ്റ്നസ് ഗോൾ ആയിരിക്കും നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുക. സ്വപ്നങ്ങൾ അൺലിമിറ്റഡ് നിങ്ങൾക്ക് കാണാം. അതിനുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോം ഈ കമ്മ്യൂണിറ്റി ഒരുക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിഷൻ ബോർഡ് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഗുണം? നിങ്ങളുടെ ഡ്രീം ലൈഫിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് വിഷൻ ബോർഡാണ്. നിങ്ങളുടെ
ഏറ്റവും അവസാനം എത്തേണ്ട എൻഡിങ് പോയിന്റിലേക്ക് വിഷൻ ബോർഡ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സ്വപ്നങ്ങളെ എത്തിക്കാനുള്ള എൻഡിങ് പോയിന്റിലേക്ക് അത് നിങ്ങളെ ഇന്റൻഷൻ ചെയ്യും. നിങ്ങൾ എന്നും അത് മോട്ടിവേറ്റ് ചെയ്യും. വിഷൻ ബോർഡ് വെച്ചിട്ട് നിങ്ങൾ അതിനെ രാവിലെകളിൽ നോക്കി സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ അത് മുന്നോട്ട് നയിക്കും. വേറൊരു കാര്യമാണ്, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അറിയാതെ പുതിയ പുതിയ കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങും. നിങ്ങൾ എന്നും പ്രൊഡക്റ്റീവായിട്ട് മാറും. എന്നും പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടാകുമ്പോൾ, നിങ്ങളൊരു സ്വപ്നമുണ്ടാകും, ഒരു വിഷൻ ബോർഡ് ഉണ്ടാകുമ്പോൾ മുന്നോട്ട് അത് നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കും. പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. എന്നാൽ ഇതിന്റെ അവസാന പരിണത ഫലം നമുക്ക് എന്താ ഉണ്ടാവണേ? ഹാപ്പിനെസ് ഉണ്ടാവണം, അല്ലെ? സങ്കടം ഉണ്ടായിട്ട് കാര്യം ഉണ്ടാവും. ഹാപ്പിനെസ് ഉണ്ടാവണം, റിസൾട്ട് ഉണ്ടാവണം. ഈ റിസൾട്ട് ഉണ്ടാക്കാനും പോസിറ്റീവ് വൈബിലേക്ക് കൊണ്ടുപോകാനും നമ്മളെ ഇത് സഹായിക്കും. ഇതാണ് വിഷൻ ബോർഡ്. അപ്പൊ ഈ വിഷൻ ബോർഡ് നമ്മൾ സെറ്റ് ചെയ്തു. ഈ സെറ്റ് ചെയ്ത വിഷൻ ബോർഡ് ഇനി ഇതിന് നമുക്ക് ശരിയായി അല്ലെങ്കിൽ റിസൾട്ട് കിട്ടിയെന്ന് അറിയണ്ടേ? ഇതിനെ ട്രാക്ക് ചെയ്യണം. ട്രാക്ക് ചെയ്യാൻ ഒരു 3 ടൂളുകൾ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നെക്സ്റ്റ് സ്ലൈഡ്. 3 ടൂളുകളുണ്ട്. ഒന്ന്, ഇതിന്റെ പേരാണ് സോട്ട് അനാലിസിസ്. സോട്ട് ആണ് കഴിഞ്ഞ ഒരു 2 മാസം മുന്നേ ഉള്ള ഒരു ക്ലാസ്സിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇതൊരു അടിപൊളി തിയറിയാണ്. സോട്ട് അനാലിസിസ്, SWOT. S ഫോർ സ്ട്രെങ്ത്. നിങ്ങൾ നേരത്തെ നിങ്ങളെ ഗോളുകൾ, ഫിറ്റ്നസ് ഗോളുകൾ എഴുതി വെച്ചിരിക്കും. അതിന്റെ നേരെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വിശദീകരിച്ച് എഴുതുക. എങ്ങനെയാണ് വിഷൻ ബോർഡ് ഉണ്ടാക്കേണ്ടത്, അത് എങ്ങനെയാണ് അച്ചീവബിൾ ആകുക എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, S ഫോർ സ്ട്രെങ്ത്. നിങ്ങൾ ഉദാഹരണം, നിങ്ങളെ ഐഡിയൽ വെയിറ്റ് ആകണം. പക്ഷെ നിങ്ങളെ ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യവും സ്ട്രെങ്ത്തും നിങ്ങൾ അറിയണം. ഓക്കെ. നെക്സ്റ്റ് ആണ് വീക്ക്നെസ്. എന്തൊക്കെ കുറവുകൾ നിങ്ങളെ സംബന്ധിച്ചോളം ഉണ്ട്, ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമാണ് കിട്ടുക. അല്ലാതെ ഇവിടെ നിങ്ങൾ കേട്ടു പോയത് കൊണ്ട് ഒരു കാര്യവുമില്ല. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് കിട്ടുക. നിങ്ങൾ ഞാൻ സംസാരിക്കുന്ന സമയത്ത് എഴുതി നോക്കൂ, നിങ്ങൾക്ക് തന്നെ ഒരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ. മൂന്നാമതാണ് ഓപ്പർച്യൂണിറ്റി. ഇതിലുള്ള അവസരം എന്താണ്? ഓക്കെ. എനിക്ക് റിസൾട്ട് എടുക്കണം, ധാരാളം പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, കുറവുകളുണ്ട്, നോ പ്രോബ്ലം. പക്ഷെ ഇതിൽ നിങ്ങൾ അവസരമായിട്ട് എന്താണ് കാണുന്നത്? അത് ചിലപ്പോൾ എഡ്യൂക്കേഷൻ സെഷൻ ആയിരിക്കാം, ചിലപ്പോൾ കോച്ചിനായിട്ടുള്ള നല്ലൊരു ബന്ധമായിരിക്കാം, എന്നും ന്യൂട്രീഷൻ സെന്ററിലേക്ക് പോകുന്നതായിരിക്കാം. ഇതായിരിക്കും നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി. നാലാമതാണ്, ഇതിലുള്ള ത്രെറ്റ്സ് എന്താണ്, പ്രത്യാഘാതങ്ങൾ എന്താണ്? നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന നഷ്ടങ്ങൾ എന്താണ്, ബുദ്ധിമുട്ടുകൾ എന്താണ്, വെല്ലുവിളികൾ എന്താണ്? ആദ്യം ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് സോട്ട് അനാലിസിസ്. രണ്ടാമത്തെ ഒരു ടൂളാണ് ഞാൻ പറയാൻ പോകുന്നത്. ബോയ്ഡ് വാർട്ടിയുടെ ഒരു പുസ്തകത്തിലൂടെയാണ് ഞാൻ ഇത് പരാമർശിക്കുന്നത്. ഞാൻ ഇത് റെഫറാക്കി എടുത്ത ഒരു 4 പുസ്തകങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ പരിചയപ്പെടുത്തും. ഒന്ന് ഓട്ടോമിക് ഹാബിറ്റ് ആണ്, മറ്റൊന്ന് മോർണിംഗ് മിറാക്കിൾ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്, മൂന്നാമത്തെ ലൈൻ ട്രാക്കർ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്, മറ്റൊന്ന് മോട്ടീവ് യുവർ വിഷൻ ബോർഡ് ആൻഡ് വർക്ക് ഫോർ യു എന്ന് പറയുന്ന 4 പുസ്തകങ്ങളെ അനുസ്പദമാക്കിയിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ 4 പുസ്തകങ്ങൾ നിങ്ങൾ അനലൈസ് ചെയ്യുകയും കൂടുതൽ നിങ്ങൾ വായിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്ലാരിറ്റി കിട്ടും. ഓക്കെ. ലയൺ ട്രാക്കർ ഗൈഡ് എന്ന് പറയുന്നത്, നിങ്ങൾ വിഷൻ ബോർഡ് സ്വാഭാവികമായിട്ടും അനലൈസ് ചെയ്ത് വിഷൻ എഴുതി വെച്ചു. ഈ വിഷൻ എഴുതി വെച്ചു, ഇതിനെ സോട്ട് അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ലയൺ ട്രാക്കർ നിങ്ങൾ ചെയ്യണം. ലയൺ ട്രാക്കർ എന്ന് പറഞ്ഞാൽ ആ വേർഡിൽ തന്നെ ഉണ്ട്, L ഫോർ ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ ഫിറ്റ്നസ് എങ്ങനെയാണ് പോലും? നിങ്ങൾ വിഷൻ വെച്ചു, വിഷൻ ബോർഡ് ഉണ്ടാക്കി, നിങ്ങളുടെ വിഷൻ എത്രത്തോളം റിലേറ്റ് ചെയ്തു കഴിഞ്ഞ ആഴ്ചക്ക്? നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യണമെന്നുള്ള ഒരു വിഷൻ ബോർഡ് നിങ്ങൾ സെറ്റ് ചെയ്തു. ഓക്കെ. ജിമ്മിൽ പോകണമെന്ന്, പക്ഷെ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പോയിട്ടേ ഇല്ല. അപ്പൊ നിങ്ങൾ ലാസ്റ്റ് വീക്ക് എന്തായിരുന്നു? അങ്ങനെ ഓരോ കാര്യങ്ങൾ എഴുതി വെക്കാം. I ഫോർ, അതിൽ നിങ്ങൾക്ക് സംഭവിച്ച ഇൻസിഡൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ഗോള് റിലേറ്റ് ആയതല്ലാതെ കാര്യങ്ങൾ നടന്നത്? ഓക്കെ. ഗോളിന് റിലേറ്റ് ആയ കാര്യങ്ങൾ എന്താണ് നടന്നത്? O ഫോർ ഓപ്പർച്യൂണിറ്റി. ഇതിൽ എനിക്കിതിനെ മറികടക്കാനുള്ള അവസരങ്ങൾ എന്തൊക്കെ ഉണ്ടായിരുന്നു?
അത് ചെയ്യുകയായിരുന്നെങ്കിൽ ആ ഇൻസിഡൻസിനെ എനിക്ക് ഓവർകം ചെയ്യാമായിരുന്നില്ലേ? N4 നെക്സ്റ്റ് വീക്കിലേക്ക്, ലാസ്റ്റ് വീക്കിൽ നിന്ന് എന്ത് വ്യത്യാസമായിട്ടാണ് നെക്സ്റ്റ് വീക്കിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക എന്നുള്ള ഒരു ട്രാക്കിംഗ്. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷൻ ബോർഡ് ക്ലാരിറ്റി ആയിട്ടാണ് പോകുന്നത്, ശരിയായ രീതിയിലാണ് പോകുന്നത് എന്ന് വിലയിരുത്താൻ പറ്റും. ഈ 2 കാര്യങ്ങളെയും കോർത്തിണക്കിയ നമ്മളെ സംരക്ഷിക്കുന്ന ഒരു കാര്യമാണ് സേവേഴ്സ് എന്ന് പറയുന്നത്. മോർണിംഗ് മിറാക്കിൾ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. സേവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വിഷനെ സക്സസ് ആക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഒന്ന്, എസ് ഫോർ സൈലൻസ്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, തുടക്കത്തിൽ പല ഡിസ്ട്രാക്ഷനുകൾ ഉണ്ടായിരുന്നു. ന്യൂട്രീഷൻ സെന്ററിൽ പല ആൾക്കാരും നടന്നു പോവായിരുന്നു, അവിടെ ചെക്കപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു, എന്നാൽ നിങ്ങൾ വീട്ടിലെ കുട്ടികളുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ ഡിസ്ട്രാക്ഷനുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? സൈലൻസിലേക്ക് വന്നു. ഈ സൈലൻസിലേക്ക് വന്നപ്പോൾ നമ്മുടെ ഹാർട്ടുമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയില്ലേ? രണ്ടാമത്തെ ഒരു കാര്യമാണ് അഫർമേഷൻ എന്ന് പറയുന്നത്. ഷാറുഖ് ഖാന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, അതിൽ അദ്ദേഹം പറയുന്നത്, ഞാൻ എൻ്റെ ഇൻഡസ്ട്രിയിലേക്ക്, ഫിലിം ഇൻഡസ്ട്രിയിലേക്ക്, ബോളിവുഡ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതിന്റെ മുന്നേ എന്നോട് കൂടെ ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് കിടപിടച്ച് നിന്നിരുന്ന എൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരുന്ന ധാരാളം സെലിബ്രിറ്റി ആക്ടേഴ്സ് ഉണ്ടായിരുന്നു, ലൈക്ക് സൽമാൻ ഖാൻ, അമിതാഭ് ബച്ചൻ, ഇവരൊക്കെ. ഞാൻ വളരെ കുറവുള്ള പാവപ്പെട്ട ഒരു വീട്ടിൽ നിന്നാണ് വരുന്നത്. പക്ഷെ എങ്കിൽ തന്നെയും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സിനോട് കണ്ണാടിന്റെ മുന്നിൽ നോക്കിയിട്ട് പറയും, ഐ ആം ദ ബെസ്റ്റ്. നിങ്ങളുടെ സാഹചര്യം എന്തുമാവട്ടെ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുമാവട്ടെ, നിങ്ങൾക്ക് ഇതുപോലെ ഞാൻ ഗ്രോത്തിലേക്ക് പോവുകയാണ്, ഞാൻ ഫിറ്റ്നസ് നേടിയെടുക്കാൻ പറ്റുന്നുണ്ട് എന്ന്, ബെസ്റ്റിലേക്ക് പോവുകയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിനോട് പറയുന്നുണ്ടോ ഇല്ലേ? ഇങ്ങനെ പറയുമ്പോഴാണ് നമ്മുടെ കനമെല്ലാം ഇറങ്ങുക. ഒരു ഫ്ലൈറ്റ് പൊങ്ങുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ല നിങ്ങൾ? ഫ്ലൈറ്റ് പൊങ്ങുന്ന സമയത്ത് എല്ലാ ഭാരവും ഒഴിവാക്കി എപ്പോഴാണോ ഒരു അപ്പൂപ്പൻ താടിയെ പോലെ പൊങ്ങി പോകാൻ ആകുന്നത്, അപ്പോൾ മാത്രമാണ് ഫ്ലൈറ്റ് പൊങ്ങുക. ഇതിനെ ബാലൻസ് ചെയ്യാൻ നമുക്ക് പറ്റണം. ഒരു കുപ്പി നിങ്ങളെ കയ്യിൽ തന്നിട്ട്, ഒരു കുപ്പി പെട്ടെന്ന് തന്നെ നിങ്ങളെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റില്ല, വീഴും. പക്ഷെ നിങ്ങളുടെ നിലവിലുള്ള ലൈഫ് സ്റ്റൈലും ഇപ്പോൾ നിങ്ങൾ ഈ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ടുള്ള ലൈഫ് സ്റ്റൈലും തമ്മിൽ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റിയാൽ ഐ ക്യാൻ ഗ്യാരണ്ടി യു ക്യാൻ ട്രാൻസ്ഫോം. അത് എളുപ്പമല്ല, അത് പ്രാക്ടീസിലൂടെ മാത്രമേ പറ്റുള്ളൂ. അതിനെങ്ങനെയാണ് കഴിയുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാവുന്ന സമയത്താണ്. ഗ്രോത്ത് മൈൻഡ് സെറ്റ് മനുഷ്യനെ സമയത്തോളം 2 മൈൻഡ് സെറ്റ് ആണ്. ഒന്ന് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ട്, മറ്റൊന്ന് സ്റ്റക്ക് മൈൻഡ് സെറ്റ് ഉണ്ട്. ഓക്കെ, ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന സമയത്ത് കൂടുതൽ പഠിക്കാനും അവലോകനം ചെയ്യാനും, ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ, ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ ഇതിനെ ശരിയും തെറ്റും ഫീഡ്ബാക്ക് എടുക്കാനും ശ്രമിക്കുന്ന ആളായിരിക്കും ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളെ സമയത്തോളം കൂടുതലൊന്നും കേൾക്കൂല, റേഡിയോ പോലെയൊക്കെ വൺ സൈഡ് ആയിരിക്കും. ഓക്കെ, മൂന്നാമതൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് വി ഫോർ വിഷ്വലൈസേഷൻ. ഡെയിലി നിങ്ങളെ വിഷൻ ബോർഡിനെ നോക്കിയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. അതൊരു കിക്കാണ് സഹോദരങ്ങളെ. സൽമാൻ ഖാന്റെ ഫിലിം പോലെ കിക്കല്ല, അതൊരു കിക്കാണ്. നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഒരു കിക്കായിരിക്കും വിഷ്വലൈസേഷൻ എന്ന് പറയും. നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള കാര്യങ്ങളെ ഡെയിലി ബേസിൽ നിങ്ങൾക്ക് കാണാനും മനസ്സിലാക്കാനും കഴിയും. അഞ്ചാമത്തെ ഒരു കാര്യമാണ് എക്സസൈസ്. ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. മറ്റൊരു കാര്യമാണ് റീഡിങ് എന്ന് പറയുന്നത്. വായിക്കുക. വായിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈവൻ ഞാൻ ഈ സെഷൻ എടുക്കുന്നത് വരെ ഞാൻ ഇതിനെ കുറിച്ചിട്ട് ഞാൻ കൂടുതൽ പഠിച്ചിരുന്നില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തിരുന്നത് മാത്രം. പക്ഷെ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരണം വേണ്ടി ഞാൻ ഇനിയും വീണ്ടും പഠിക്കണം, അല്ലേ? അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് കൂടുതൽ എനിക്ക് ഇൻസൈറ്റുകൾ കിട്ടിയത്. ആറാമത്തേതാണ് സ്ക്രാബിംഗ് എന്ന് പറയുന്നത്. വായിച്ച കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ എഴുതി വെച്ചുകൊണ്ടിരിക്കുക. എഴുതി വെക്കുന്ന ടു ഡു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കി. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് സഹോദരങ്ങളെ, ഒരു പക്ഷേ നമ്മളെ ആൾക്കാർ അംഗീകരിക്കൂല, പൊട്ടൻ എന്ന് വിളിക്കും, പ്രാന്തെന്ന് വിളിക്കും. ബട്ട് നമ്മുടെ ലക്ഷ്യങ്ങൾ നമുക്കാണ് അറിയാം, സ്വപ്നങ്ങൾ നമുക്കാണ് അറിയാം. ഒരു ഗ്രാമത്തിലെ ട്രഡീഷണലായിട്ട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളം കോരിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആൾക്കാർ വെള്ളം കോരിക്കൊണ്ടിരിക്കുക, വീട്ടിലേക്ക്, അടുക്കളയിലേക്ക്, എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെള്ളം കോരിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോ ഒരു വീട്ടുകാരൻ വിചാരിച്ചു, ഇത് എന്തുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് ഒരു പൈപ്പ് ലൈനിലൂടെ എത്തിക്കൂടാ? ഒരു നാട്ടിൽ പൈപ്പ് ലൈന് ടാപ്പ് ഇല്ലാത്ത കൺസെപ്റ്റിലാണ് ഈ ഒരു സാഹചര്യം. അപ്പോ ഈ ആള് തീരുമാനിച്ചു, എനിക്ക് ഇതിനെ കുറിച്ചിട്ട് പഠിക്കണം. അങ്ങനെ പഠിച്ചു, മനസ്സിലാക്കി. ശേഷം വീടിന്റെ സൈഡിലും അടിഭാഗത്തൊക്കെ കുഴിക്കാൻ വേണ്ടി തുടങ്ങി. അദ്ദേഹം മോട്ടർ വാങ്ങി. അപ്പൊ ആൾക്കാർ കളിയാക്കണ, എടാ എനിക്ക് ഇവിടുന്ന് വെള്ളം കോരി പോയാ പോരെ, വെള്ളം കോരി പോയാ പോരെ, അതിന്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ പറ്റൂലേ? ഇവന് പരിശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്, അവരെ മുഖവിലേക്ക് എടുക്കുന്നേയില്ല. ശേഷം അവൻ മോട്ടർ ഫിക്സ് ചെയ്തു, പൈപ്പ് ലൈൻ റെഡിയാക്കി, മുകളിൽ ടാങ്കി വെച്ചു, ശേഷം ടാപ്പുകൾ വാങ്ങി വെച്ചു, മോട്ടർ ഇട്ടു, വെള്ളം വന്നു. ഇവൻ എന്താണ് കരുതിയിരുന്നത്? എൻ്റെ വീട്ടിലേക്ക് ഈ കിണറ്റിലെ വെള്ളം മുഴുവനായിട്ട്, അല്ലെങ്കിൽ ആവശ്യത്തേക്കാൾ കൂടുതൽ, എൻ്റെ എത്രയാണോ ആവശ്യം അതിലും കൂടുതൽ എനിക്ക് വെള്ളം അൺലിമിറ്റഡ് ആയിട്ട് വേണമെന്നാണ്. അപ്പൊ അതിനു വേണ്ടി അദ്ദേഹം ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തു. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ഇതിനു മുന്നേ പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടാവും. നിങ്ങൾ ഇപ്പോഴുള്ള ട്രഡീഷണൽ രൂപത്തിൽ തന്നെ ഇപ്പോഴും വെള്ളം കോരിക്കൊണ്ടിരിക്കുന്ന ആളെ പോലെ നിങ്ങളെ വെള്ളം എന്നുള്ള ഫിറ്റ്നസ് ആയിട്ട് നിങ്ങൾ കണക്കാക്കി നോക്കൂ. നിങ്ങളുടെ അച്ചീവബിൾ ആയിട്ടുള്ള ഗോളായി നിങ്ങൾ കണക്കാക്കി നോക്കൂ. ഇന്നും ധാരാളം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളം കോരിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അവർ പറയുന്നത്, ഞാൻ നടക്കാറുണ്ട്, ഞാൻ ഭക്ഷണം ലിമിറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ എത്ര കേട്ടിരിക്കും? ഞാൻ ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കാറുണ്ട്, ഇതിനെക്കുറിച്ച് എനിക്ക് എല്ലാം അറിയാം. പക്ഷേ പ്രോപ്പറായിട്ട് ഒരു സിസ്റ്റം ഉണ്ടാകുമ്പോൾ ടാപ്പിലേക്ക് വെള്ളം ഉരുവിടുന്നത് പോലെ വെള്ളം ഇങ്ങനെ സുന്ദരമായിട്ട് വരും. ഈ ഒരു സിസ്റ്റമാണ് സഹോദരങ്ങളെ ഇവിടെ പഠിപ്പിക്കുന്നത്. ഏതാണ് നമ്മുടെ സിസ്റ്റം? നെക്സ്റ്റ് സ്ലൈഡ് സാർ, നെക്സ്റ്റ് സ്ലൈഡ്, നെക്സ്റ്റ് സ്ലൈഡ്, നെക്സ്റ്റ് സ്ലൈഡ്, നെക്സ്റ്റ് സ്ലൈഡ്. അതിന് മുന്നേ ഇതാണ് നമ്മുടെ സിസ്റ്റം. ഏതാണ് സിസ്റ്റം? നിങ്ങൾ ഈ സിസ്റ്റത്തിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ, മോട്ടർ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം വരുന്ന രീതിയിലാവും. പോരെ? എൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് റിസൾട്ട് കിട്ടി, ഇതേപോലെ വെൽനസ് കോച്ചുമാരായിട്ടുള്ള ആളുകൾക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത്. ഒന്ന്, ഇത്രയും പവർഫുൾ ആയിട്ടുള്ള സിസ്റ്റം. ഒന്ന്, നമ്മുടെ ഹാല സെഷൻ എക്സസൈസ് നമുക്കില്ലേ? രണ്ടാമത് 8 മണിക്ക് നടക്കുന്ന എഡ്യൂക്കേഷൻ സെഷൻ നമുക്കില്ലേ? ഇല്ലേ? മൂന്നാമത്, നിങ്ങൾക്കൊരു അടിപൊളി കോച്ചില്ലേ? നാലാമത്, നിങ്ങളെ ട്രാക്ക് ചെയ്യാൻ മാരത്തോണും BTCയും ഇല്ലേ? ഈ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കേൾക്കും. പക്ഷെ ഇത് ഫോളോ ചെയ്ത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് ആഗ്രഹിച്ച രീതിയിലുള്ള സ്വപ്നങ്ങൾ നിങ്ങൾക്ക് പൂവണിക്കാൻ പറ്റും. സഹോദരങ്ങളെ, നമുക്ക് ട്രഡീഷണലായിട്ട് കിട്ടിയ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇതൊന്നും പുറത്ത് നമുക്ക് പഠിപ്പിക്കപ്പെടുന്നില്ല. നെക്സ്റ്റ് സ്ലൈഡ് സാർ. നമ്മളെ രക്ഷിതാക്കള്, മാതാപിതാക്കള് പൈസ കൊടുത്ത് ധാരാളം പഠിപ്പിച്ചല്ലേ? വലിയ വലിയ കോഴ്സുകൾ ചിലപ്പോൾ പഠിപ്പിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ മക്കളെ പഠിപ്പിക്കുന്നുണ്ടാവും. പക്ഷെ അതിനുള്ള എക്സ്ചേഞ്ച് വാല്യൂ, ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ കടയിൽ പോയിട്ട് 1 കിലോ തക്കാളിക്ക് പൈസ കൊടുത്താൽ തിരിച്ച് നമുക്ക് തക്കാളി കിട്ടൂലേ? അതേപോലെ ഒരു എക്സ്ചേഞ്ച് വാല്യൂ നമുക്ക് ട്രഡീഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കിട്ടുന്നുണ്ട്. സഹോദരങ്ങളെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര പഠിച്ചാലും വീട്ടിന്റെ ഉള്ളിൽ അടുക്കളയിൽ നിൽക്കേണ്ടി വരുന്ന ഗതികേടിലേക്കാണ് പല ആളുകളും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റണം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ന് വന്നിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവരുടെ പ്രവർത്തികളിലേക്ക് നമ്മൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ കാര്യം നടക്കും. AI-കൾ AI-ന്റെ പണിയെടുക്കും, പക്ഷെ മനുഷ്യൻ ചെയ്യേണ്ടത് മനുഷ്യൻ തന്നെ ചെയ്യണ്ടേ? എത്ര ട്രാക്കിംഗ് സിസ്റ്റം വന്നു കഴിഞ്ഞാലും, എത്ര ടൂളുകൾ വന്നു കഴിഞ്ഞാലും മനുഷ്യൻ ചെയ്യേണ്ടത് മനുഷ്യൻ തന്നെ ചെയ്യണ്ടേ? അങ്ങനെയെങ്കിൽ നമുക്കായിട്ടുള്ള ഒരു അടിപൊളി ടൂളാണ് സത്യത്തിൽ ഹെർബലൈഫ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഹെർബലൈഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഇന്ന് വേൾഡ് വൈഡ് എവർഗ്രീൻ ആയിട്ടുള്ള ഇൻഡസ്ട്രികൾ ധാരാളം ഉണ്ട്. എവർഗ്രീൻ ആയിട്ടുള്ള ഇൻഡസ്ട്രികൾ ധാരാളം. അതിൽ പ്രധാനപ്പെട്ട ഒരു എവർഗ്രീൻ ഇൻഡസ്ട്രിയാണ് 3 എണ്ണം. ഒന്ന് എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി, ഏത് ലോകത്ത് പോയാലും അവസാനിക്കൂല. രണ്ടാമത്തേതാണ് സിക്നെസ് ഇൻഡസ്ട്രി, ഹോസ്പിറ്റലുകൾ എവിടെയും കുറവുണ്ടാകും. മൂന്നാമതാണ് വെൽനസ് ഇൻഡസ്ട്രി. വെൽനസ് ഇൻഡസ്ട്രി അഭിമാനത്തോടെ പറയും, ഈ രണ്ട് കാര്യം ഒഴിവാക്കി നമ്മൾ നിൽക്കുന്നത് വെൽനസ് ഇൻഡസ്ട്രിയിലാണ്. വെൽനസ് ഇൻഡസ്ട്രിയാണ്. നിങ്ങളുടെ ഗൂഗിളിലോട് ചോദിച്ചു നോക്കൂ, വേൾഡ് നമ്പർ 1 ന്യൂട്രീഷൻ, ഒരേ ഒരു ഉത്തരം ഹെർബലൈഫ് ന്യൂട്രീഷൻ.
പുറത്തു നിന്ന് പല രീതിയിലുള്ള മെത്തേഡുകൾ നമ്മൾ ഫോളോ ചെയ്ത് ഗൂഗിൾ നോക്കി നമ്മൾ നമ്മുടേതായിട്ട് രീതികൾ ചെയ്യുന്ന സമയത്ത് ധാരാളം സമയമെടുക്കും, വർഷങ്ങളെടുക്കും. നെക്സ്റ്റ് സ്ലൈഡ് സർ. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്കനുസരിച്ച് ഡിസൈൻ ചെയ്യുന്ന ഒരേ ഒരു സിസ്റ്റം, ഇറ്റ് ഈസ് ഹെർബലൈഫ്. നമ്മുടെ ടൈം ലാഭിക്കാൻ പറ്റും. ഇതിന്റെ മുന്നേ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം, 6ഓളം മെത്തേഡുകൾ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ഡയറ്റിനെയും കുറ്റം പറയല്ല. പക്ഷേ എൻ്റെ ടൈം 7.5 മാസം കൊണ്ട് 51 കിലോ എനിക്ക് കുറക്കാൻ കഴിഞ്ഞത്. ഇതിന്റെ മുന്നേ 31 വർഷത്തിന്റെ ഇടയിൽ പല ശ്രമങ്ങളും നടത്തി. പക്ഷെ അന്ന് എനിക്ക് കിട്ടാത്ത റിസൾട്ട് 7.5 മാസം കൊണ്ട് എനിക്ക് കിട്ടി. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങളുടെ ടൈമിനെ ലിവറേജ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് ടൂൾ ആണ് ഹെർബലൈഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്ലൈഡ് സർ. നമ്മുടെ ഫൗണ്ടർ മിസ്റ്റർ മാർക്യൂസിനെ നിങ്ങൾ നോക്കൂ. അദ്ദേഹത്തിന്റെ വിഷനിയാണ് മേക്കിംഗ് ദ വേൾഡ് ഹെൽത്തിയർ ആൻഡ് ഹാപ്പിയർ. ഇതിൽ എത്ര അത്ഭുതകരമായിട്ട് റിസൾട്ട് ഉണ്ട്. നമ്മളെ ബ്രാൻഡ് വൈസ് നോക്കുകയാണെങ്കിൽ എത്ര പവർഫുൾ ആയിട്ടുള്ള ടെസ്റ്റിമോണിയലുകളാണ്, എത്ര ബ്രാൻഡിങ് കപ്പാസിറ്റിയാണ് കമ്പനിക്കുള്ളത്. നെക്സ്റ്റ് സ്ലൈഡ് സർ. ഇതൊക്കെ നിങ്ങൾക്ക് സാധ്യമാകും. നോക്കൂ, കമ്പനിയുടെ ക്രെഡിബിലിറ്റിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമ്മൾ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പുറത്ത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ജങ്ക് ഫുഡുകൾക്ക് എന്ത് ബ്രാൻഡിങ് ആണുള്ളത്, എന്ത് സയന്റിഫിക്കൽ റെക്കോർഡാണുള്ളത്? ഇവിടെ 1000ഓളം വരുന്ന ഡോക്ടേഴ്സ് ഉണ്ട്, 300 മുകളിലുള്ള സയന്റിസ്റ്റുകൾ ഉണ്ട്, 50 മുകളിൽ PhD എടുത്ത ഡോക്ടേഴ്സ് ഉണ്ട്. ഇത്രയും പ്രൂവൺ ആയിട്ട് ഇത്രയും ആളുകളിലേക്ക് ക്രെഡിബിലിറ്റിയോടെ എത്തിക്കുന്ന ഒരു ന്യൂട്രീഷൻ ഫുഡ് കഴിക്കാൻ നമുക്ക് പേടി. നാട്ടിലുള്ള എല്ലാ ചപ്പും ചവറും കഴിക്കാൻ ഒരു പേടിയില്ല. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളുടെ വിഷനെ നിങ്ങൾ വലുതാക്കണം. അത് നിങ്ങൾ എഡ്യൂക്കേഷൻ സെഷൻ ഡെയിലി വൈസിൽ നിങ്ങൾ കേൾക്കണം. നിങ്ങളെ വലുതാക്കാൻ അതിന് മാത്രമേ കഴിയുള്ളൂ. അതിൽ ചെറിയൊരു ഉദാഹരണം, എൻ്റെ വിഷൻ ബോർഡ് ഒന്ന് കാണിച്ചു നോക്കും. 2 വർഷം മുന്നേ എൻ്റെ വിഷൻ ബോർഡ് 200 നെക്സ്റ്റ് സ്ലൈഡ് സർ. ഞാൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ സ്റ്റാർട്ട് ചെയ്യുന്ന 200 സ്ക്വയർ ഫീറ്റിലുള്ള റൂമാണ് എൻ്റെ വീട്ടിലുണ്ടായിരുന്നത്. 200 എൻ്റെ തറവാട്ടിലുണ്ടായിരുന്നു. പക്ഷേ തുടക്കത്തിൽ എനിക്ക് വീടുണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ അവിടെ താമസം ആവണമെന്നോ ഒന്നും വലിയ ആഗ്രഹമൊന്നും ഉണ്ടായില്ല. പക്ഷെ എൻ്റെ വിഷൻ ബോർഡിന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. എൻ്റെ ഫിറ്റ്നസ് ജേണിയിൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എനിക്ക് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളൊരു കാര്യമാണ്. പക്ഷെ ഡെയിലി എനിക്ക് വിഷനായിട്ട് കാണണം. ഈ ഒരു അറ്റംപ്റ്റിലേക്ക് ഞാൻ കടന്നു പോകുന്ന സമയത്ത് എൻ്റെ രക്ഷിതാക്കൾക്കും എൻ്റെ കുടുംബക്കാർക്കും എൻ്റെ വിഷനെ കുറിച്ച് അറിയില്ല. അവരൊരു ദിവസം ഈ വിഷൻ ബോർഡ് എടുത്താണ്ട് ഒഴിവാക്കി, വലിച്ചെറിഞ്ഞു. ആ ഒരു കിക്കായിരിക്കാം ഇന്ന് 2500 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഇതെൻ്റെ വീടിൻ്റെ മുഴുവൻ വിഷൻ ബോർഡാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ആഗ്രഹിച്ച സ്വപ്നങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റും. നിങ്ങളുടെ ഫിറ്റ്നസ് ജേണിയിൽ നിങ്ങളുടെ ഓരോ ഇഞ്ചുറികളും നിങ്ങൾക്ക് പരിഹരിച്ച് നിങ്ങളുടെ ഡ്രീമിനോട് റിലേറ്റ് ചെയ്ത് നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റും. സോ നിങ്ങളുടെ നെക്സ്റ്റ് സ്ലൈഡ് സർ. ഒരു സാമ്പിൾ നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് ആണ് ഞാൻ തരാൻ വേണ്ടി പോകുന്നത്. ഇതൊരു സാമ്പിളാണ്, വിഷൻ ബോർഡിന്റെ സാമ്പിളാണ്. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വിഷനുകൾ ഓരോ കാര്യങ്ങൾ എഴുതി വെക്കുക, ചില സോട്ട് അനാലിസിസ് ചെയ്യുക. ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ മൈൻഡിനോട് തന്നെ നിങ്ങൾ സംസാരിക്കുക എന്തൊക്കെ വേണ്ടിയതെന്ന്. എന്നിട്ട് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് അതിനെ ഇമേജ് ചെയ്യും. ഈ ഇമേജ് ചെയ്തിട്ട് ക്യാൻവ എന്ന് പറയുന്ന ആപ്പില്ലേ, ഈ ആപ്പിൽ പോയിട്ട് നിങ്ങൾ വിഷൻ ബോർഡ് അടിച്ചിട്ട് ആ വിഷൻ ഇപ്പൊ നിങ്ങൾ പറയപ്പെട്ട ഇമേജുകളൊക്കെ അതിൽ കയറ്റുക. എന്നിട്ട് പ്രിന്റ് ഔട്ട് ചെയ്ത് നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ഒട്ടിച്ചു വെക്കും. ഡെയിലി ബേസിൽ അതിനോട് സംസാരിക്കും. നിങ്ങൾ ആഗ്രഹിച്ച സ്വപ്നങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുമെന്നതിന്റെ തെളിവാണ്. ഏത് വലിയ ആളുകളെ നോക്കിക്കോളും, ഇവരൊക്കെ കൃത്യമായിട്ട് വിഷൻ ബോർഡ് സെറ്റ് ചെയ്തത് കൊണ്ടാണ് അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്കും കഴിയും എന്ന കാര്യത്തിൽ തീർച്ചയാണ്. അത്രയും പവർഫുൾ ആയിട്ടൊരു കമ്മ്യൂണിറ്റിയിലാണ് നിങ്ങളുള്ളത്. ഓക്കെ, ആർ യു റെഡി? നെക്സ്റ്റ് സ്ലൈഡ് സർ. ആർ യു റെഡി? ചാറ്റ് ബോക്സ് ഓൺ അല്ലല്ലോ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ, വെരി ഗുഡ്, സൂപ്പർ, അടിപൊളി. എനിക്ക് ഈ അവസരം നൽകിയ എൻ്റെ പ്രിയപ്പെട്ട കോച്ച് സിയാദൻ സലീമ, എൻ്റെ സീനിയർ കോച്ച് അൻസാറൻ ഷക്കീല, സിസ്റ്റം ലീഡർ രാജ്കുമാർ സാർ, കവിത മാഡം, ഇവർക്ക് ഞാൻ എൻ്റെ സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. എനിക്ക് ഇത്രയും നല്ല കമ്മ്യൂണിറ്റി, ഇത്രയും നല്ല ഫാമിലി നൽകിയതിൽ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഒരു 2 ആൾക്കാർക്ക് 7 മിനിറ്റ് ഉള്ളൂ. 2 ആളുകൾക്ക് അവരുടെ ഫീഡ്ബാക്ക് ഒന്ന് പറയാം. ഫീഡ്ബാക്ക് ഈസ് ചാമ്പ്യൻസ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയും. നിങ്ങൾ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആണ്.
ഒക്കെ നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ നിങ്ങൾ ഷെയർ ചെയ്യും. നിങ്ങൾ ഇത് അപ്ലൈ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യും. സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് നോക്കൂ സാർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ ദേവകി, പയ്യന്നൂരിൽ നിന്നാണ് കണക്ട് ആയിട്ടുള്ളത്. ഓക്കെ ഇതിലേക്ക് 2 മാസം ആവാൻ പോണു. ഓക്കെ വരുമ്പോ ഒരുപാട് പിന്നെ പെയിൻ കില്ലേഴ്സ് ഒക്കെ കഴിച്ചിട്ട് കാലുവേദനയും നെഞ്ചുവേദനയും ഒന്നും മാറാതെ, ഗ്യാസിന്റെ പ്രോബ്ലം കാരണം നെഞ്ചിനും കയ്യിനും ഒക്കെ വേദനിക്കുമായിരുന്നു. അതൊന്നും മാറാതെ ഇനി വയസ്സായതുകൊണ്ട് 71 വയസ്സായി. അതൊന്നും മാറാതെ ഇനി ഇങ്ങനെ പെയിൻ കില്ലർ കഴിച്ച് പോവാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ഒരു സമയത്താണ് ഞാൻ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നത്. എന്റെ നൈബർ എന്നോട് പറഞ്ഞു ഹെർബലൈഫിലേക്ക് ഒന്ന് പോയി നോക്കാൻ, സുധ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ അവരെ വിശ്വസിച്ച് വന്നു. തുടക്കത്തില് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ പോയിട്ട് മെലിഞ്ഞ് ഉണങ്ങി വീണ് ചാവാനാണോ പോണെന്നൊക്കെ ചോദിച്ചിരുന്നു. പക്ഷെ ഞാൻ എന്തായാലും അത് പിന്നെ പോയി നോക്കിയിട്ട് റിസൾട്ട് എടുക്കാം. ഏതായാലും ചാവും, എന്നാ പിന്നെ ഇത് നോക്കിയിട്ട് വേദന സഹിക്കാണ്ട് ജീവിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആവാലോ. ആരോഗ്യം വീണ്ടെടുക്കണം എന്നുള്ളത് തന്നെയായിരുന്നു എന്റെ ഫസ്റ്റ് വിഷൻ. അതിലെനിക്ക് പിന്നെ വേദനകൾ മാറിയിട്ടുണ്ട്. ഇനി മുട്ടിനൊന്ന് സ്റ്റെബിലിറ്റി ആവാനുള്ള പ്രശ്നമാണ് കാര്യമായിട്ട് ബാക്കിയുള്ളത്. അത് പതുക്കെ ആവുള്ളൂ. ജോയിന്റ് സപ്പോർട്ട് കഴിക്കുന്നുണ്ട്. സൂപ്പർ, കൺഗ്രാജുലേഷൻ. മാഡത്തിന് ഉപകാരപ്പെട്ടു തീർച്ചയായിട്ടും. അതിനെ സഹായിച്ചത് പിന്നെ എന്റെ കോച്ച് പ്രീജിയാണ്. താങ്ക്സ് ടു പ്രീജി ഫ്രം ദ ഹാർട്ട്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഒരു ഫീഡ്ബാക്ക്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാൻ ഷെമീന, 47 വയസ്സ്. ഞാൻ മോട്ടൂരിലെ എവർഫിൻ ന്യൂട്രീഷൻ സെന്ററിൽ നിന്നാണ് കണക്ട് ആയിരിക്കുന്നത്. ഇന്നത്തെ ഒരു ക്ലാസ് വളരെയധികം ഉപകാരപ്പെട്ടു. ഇപ്പൊ ഒരു വിഷൻ ബോർഡിനെ പറ്റിയിട്ടായിരുന്നു. നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ട ഗോൾ നേടിയെടുക്കാനുള്ള ഒരു വിഷൻ ബോർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ക്ലാസ് ആയിട്ട് സാറ് പറഞ്ഞിട്ടുള്ളത്. കുറെ രാജ് സാറിന്റെ സെഷനിൽ നിന്നൊക്കെ നമുക്ക് വിഷൻ ബോർഡിന്റെ ഒരു കുറെ ക്ലാരിറ്റി കിട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോ ആ ഒരു ടൈമിൽ തന്നെ സാറിന്റെ ഈ ഒരു സെഷന് വളരെയധികം ഉപകാരപ്പെട്ടു. ഒരു വിഷൻ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത് ട്രാക്ക് ചെയ്യണം എന്നുള്ളൊരു അത് പ്രത്യേകമായിട്ട് എനിക്ക് പിന്നെ എടുത്തു പറയുകയാണ്. ട്രാക്ക് ചെയ്താൽ മാത്രമേ നമുക്കത് എത്രത്തോളം നമ്മൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് ബോധ്യമാവുള്ളൂ. അപ്പൊ ട്രാക്കിംഗ് മെത്തേഡും അതുപോലെ തന്നെ ഈ ലയൺ പ്രാക്ടീസ് ഗൈഡ് ടു ലൈഫ് അതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം അത് അറിയില്ലായിരുന്നു. ഇപ്പൊ ട്രാക്കിംഗ് മെത്തേഡ് ആണെങ്കിലും സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെഡ്സ്, അപ്പൊ ഇത് എഴുതി നോക്കുമ്പോൾ അത് വളരെ കറക്റ്റ് ആവും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പൊ ഒരു വിഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ വിഷനിലേക്ക് അടുക്കാനുള്ള എളുപ്പമാർഗങ്ങളും കൂടി ഇപ്പൊ ഈ ഒരു സെഷനിൽ നിന്ന് കിട്ടി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് എത്താൻ എനിക്ക് അവസരം തന്ന എന്റെ കോച്ച് മനോജ് സാർ ആൻഡ് സവിതമ്മ, സീനിയർ കോച്ച് രാജ് സാർ ആൻഡ് കവിതമ്മ, ഫ്രം ദ ഹാർട്ട് താങ്ക്സ് പറയും. ഓക്കെ, ഒരാൾ കൂടി ഫീഡ്ബാക്ക് സെഷൻ. ഒരാൾ കൂടി പറയാം. സാർ എന്റെ പേര് അസീന എന്നാണ്. ഓക്കെ, ഞാൻ പിന്നെ പറഞ്ഞോളൂ മാഡം. ഓക്കെ, നെക്സ്റ്റ് ഒരാൾ പറയൂ. സൂപ്പർ. ഗുഡ് മോർണിംഗ് സാർ. ശരിയോ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. പറയൂ മാഡം. കേൾക്കാനിയോ? എല്ലാവരും കേൾക്കാണ്ട് പറഞ്ഞോളൂ. എന്റെ പേര് റംല എന്നാണ്. ഓക്കെ, വയസ്സ് 48. കൊപ്പത്തുനിന്നാണ് കണക്ട് ആയിരിക്കുന്നത്. വെരി ഗുഡ്. നേരത്തെ മാഡം പറഞ്ഞ പോലെ തന്നെ ഉറപ്പൊന്നും ഇല്ലാണ്ടെയും വെയിറ്റ് 75 കിലോ ഉണ്ടായിരുന്നു. ഉറപ്പൊന്നും ഇല്ലാണ്ടെയും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിരുന്നതാണ്. ഇപ്പൊ 2-2.5 മാസത്തോളായി വന്നിട്ട് ഫുഡൊക്കെ കറക്റ്റ് ചെയ്ത് കോച്ച് പറഞ്ഞ പോലെ എല്ലാതും ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോ ഇപ്പൊ ഉറക്കമൊക്കെ ശരിയായി. ജോയിന്റ് പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് അസുഖങ്ങൾ ഉണ്ടായിരുന്നു. നേരം വൈകിട്ട് ഉറങ്ങുക, നേരം വൈകിട്ട് എണീക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഒക്കെ റെഡിയായി. ഇപ്പൊ ഹാപ്പി ആയി, ഹെൽത്തി ആയി, അടിപൊളിയായിട്ട്.
ഓക്കെ മാഡം, ഇന്നത്തെ എഡ്യൂക്കേഷൻ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? മാഡത്തിന് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഒരുപാട് അറിയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നൊക്കെ റീച്ചായി. ഓക്കെ, അതൊക്കെ അപ്ലൈ ചെയ്യില്ല മാഡം? വെരി ഗുഡ്. വിഷ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സാർ. ഓക്കെ എനിവേ ഹസീന മാഡം പറയൂ. ഒന്ന് എനർജി ആയിട്ട് പറഞ്ഞു മാഡം. ഓൾറെഡി നിങ്ങൾ ക്യാമറ ഓഫ് ചെയ്തത് കൊണ്ട് കാണാൻ കഴിയുന്നില്ല. രണ്ടാമത് നിങ്ങളെ എനർജി ലെവലില്ല. ഹെബ ലൈഫിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വേണ്ട എനർജിയാണ് നമ്മളെ റിസൾട്ട് എന്ന് പറയുന്നത്. പറയൂ മാഡം. ഹസീന മാഡം പറയൂ. മ്യൂട്ടാണ് അല്ലേ? ഓക്കെ, എനിവേ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. സൈനിങ് ഓഫ്, അനീഷ് മുഹമ്മദ്. നിങ്ങൾ എല്ലാവരും ഈ കേട്ട കാര്യം കുറച്ച് സമയം മാത്രമേ നിങ്ങളെ മൈൻഡിൽ ഉണ്ടാവുള്ളൂ. ഇത് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക, നിങ്ങളുടെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്ത് നിങ്ങൾ റിസൾട്ട് അച്ചീവ് ചെയ്തു എന്ന് കേൾക്കുന്നതാണ് എന്നെ സമയത്തോളം ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനും ഇത് മറ്റുള്ളവർക്ക് ജനറേഷൻ വൈസ് ജനറേഷൻ നിങ്ങൾക്ക് കൺവേ ചെയ്ത് കൊടുക്കാനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായ ആശംസകളും പ്രാർത്ഥനകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. താങ്ക് യു സർ. பொன்மணி உன் வீட்டில் சௌக்கியமா? நான் இங்கு சௌக்கியமே. உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது, அதை எழுத நினைக்கையில் வார்த்தை முட்டுது.